ന്യൂ ഇയർ ദിനത്തിൽ രാവിലെ തന്നെ അലാറം വെച്ച് ഉറക്കം എണീറ്റ് രാവിലെ പല്ല് തേച്ച് കുളിച്ച് മുടിയൊക്കെ ചീവി കുട്ടപ്പനായി റെഡിയായിട്ട് ഇതുപോലെ സിറ്റൗട്ടിൽ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫ്ലിപ്കാർട്ട് ഏജൻറ്റിൻ്റെ കോൾ വന്നത്. ഹലോ, അതെ, ഇപ്പോൾ കൊണ്ടുവരുമോ? ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ. അങ്ങനെ പ്രോഡക്റ്റ് വന്നു എന്ന് പറഞ്ഞ് കോൾ വന്നു. യെസ്, അങ്ങനത്തെ ഐറ്റം വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഡെലിവറി വന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. നമ്മൾ പലർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, നമുക്ക് പലരും ഗിഫ്റ്റ് തരാറുണ്ട്. എന്നാൽ നമുക്ക് തന്നെ നമുക്കിഷ്ടമുള്ള പ്രോഡക്റ്റ് ഗിഫ്റ്റായിട്ട് നൽകിയാൽ അതിൻ്റെ സന്തോഷം അതൊന്ന് വേറെയാണ്. ഈ ഒരു പുതുവത്സരത്തിൽ, അതായത് 2025 ജനുവരി 1-ാം തീയതി തന്നെ അത്തരത്തിൽ ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങി. ആ പ്രോഡക്റ്റ് ഏതാണെന്നല്ലേ? യെസ്, ദേ ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ പിക്സൽ വാച്ച് 3, അതും 45mm വൈഫൈ വേരിയൻറ്റ്. അതിൻ്റെ സ്ട്രാപ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒരു ലാർജ് സൈസ് കൂടിയുണ്ട്. യൂസർ മാനുവൽ ഇതേ ഇരിക്കുന്നു. വാച്ച് അതെടുക്കാം. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇത്തരത്തിൽ ഇതിൻ്റെ ചാർജർ കേബിൾ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു 4 പിൻ ടൈപ്പ് ചാർജർ കേബിൾ. ഇതേ ഇരിക്കുന്നു വാച്ചിൻ്റെ ആ കേസ്. അത് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇതേ നോക്കി, നല്ല ക്യൂട്ട് പെബിൾ സ്റ്റൈലുള്ള വാച്ച് കേസ്. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഗൂഗിളിൻ്റെ ലോഗോ കാണിക്കുന്നു. ഇന്ന് ജനുവരി 13. കഴിഞ്ഞ 13 ദിവസമായിട്ട് ആക്ച്വലി ഞാൻ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 13 ദിവസത്തെ പിക്സൽ വാച്ച് 3യുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇത്തവണ പിക്സൽ വാച്ച് 3യുടെ കേസിൽ 2 വ്യത്യസ്ത സൈസുകളാണ് ഗൂഗിൾ വാച്ചുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് 41 സൈസും 45mm സൈസും. നമ്മൾ പർച്ചേസ് ചെയ്തത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് 45mm ഈ ഒരു പർട്ടിക്കുലർ വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു പെബിൾ ലൈക്ക് ഡിസൈൻ കൊള്ളാൻ നല്ല രസമുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബെസലുകളെ പറ്റിയിട്ടാണ്. ഇത്രയും ബെസലുകൾ ഈ ഒരു വാച്ചിന് ഉണ്ട്. അപ്പോൾ അത്രയും ബെസലുകൾ ഉണ്ടെങ്കിലും ഇതിനോടൊപ്പം വരുന്ന വാച്ച് ഫേസുകൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്രയും ബെസൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുക പോലുമില്ല. അത്രയും ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല ഷാർപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വാച്ച് ഫേസുകളാണ് ഈ ഒരു വാച്ചിനകത്ത് വരുന്നത്. അപ്പോൾ വൈറ്റ് കളറിലെ വാച്ച് ഫേസുകൾ ഒന്നും തന്നെ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയും നമുക്ക് ഈ വാച്ചിന് അത്രയൊരു ബെസൽ ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. ഓർക്ക് ഇതിൻ്റെ മുൻകാല ജനറേഷനായിട്ടുള്ള പിക്സൽ വാച്ച് 2-ൽ നിന്ന് കാര്യമായിട്ട് ബെസൽ എന്തായാലും ഇവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. നമുക്കറിയാം ഗൂഗിളിൻ്റെ സ്വന്തം ആൻഡ്രോയിഡ് ഫോണുകളിൽ, പിക്സൽ ഫോണുകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു സ്മൂത്ത്നെസ് ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ക്രൗണും കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൊട്ടേറ്റിംഗ് ക്രൗണിൽ ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പ് എടുക്കാം. അതുപോലെ പിന്നീടുള്ള റൊട്ടേഷൻസും മെനു നാവിഗേഷനൊക്കെ ഈ ഒരു ക്രൗൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യാം. എന്നാൽ ഇവിടെ കാണുന്നത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസെൻറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇത്തരത്തിൽ നിരവധി സെൻസറുകൾ നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ തന്നെയുള്ള പിക്സൽ 1-ലും പിക്സൽ 2 വാച്ചിലും എല്ലാം 41mm സൈസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആദ്യമായിട്ടാണ് ഈ തരത്തിലൊരു 45mm പിക്സൽ വാച്ച് 3-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 45mmൻ്റെ സ്ട്രാപ്പ് ഓൺലൈനിൽ തേർഡ് പാർട്ടി സ്ട്രാപ്പുകളൊന്നും അങ്ങനെ അധികം കിട്ടാനില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ തന്നെയാണ്, ഒന്നും പറയാനില്ല. കാരണം 2000 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഇതിനകത്തുള്ള വാച്ച് ഫേസുകളെ പറ്റി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാച്ച് ഫേസുകളാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾ വാച്ച് ഫേസുകളാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അനിമേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള വാച്ച് ഫേസുകളൊന്നുമല്ല. വളരെ എലിഗൻ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാച്ച് ഫേസുകളാണ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് നൽകിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് അഡീഷണൽ വാച്ച് ഫേസ് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു സ്റ്റാൻഡേർഡാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്ന ടൈപ്പ് വാച്ച് ഫേസസ്. ഓരോ വാച്ച് ഫേസുകളും ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആ വാച്ച് ഫേസുകളുടെ കളർ മാറ്റാനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പിക്സൽ വാച്ചിനോടൊപ്പം പിക്സൽ ഫോണുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യാൻ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാണ്. കണ്ടില്ലേ, അൺലോക്ക്ഡ് ബൈ യുവർ വാച്ച് എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഫോണിലേക്ക് വരുന്ന കോളുകൾ ഇത്തരത്തിൽ നമുക്ക് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് കോളുകളും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വാച്ചിലേക്ക് റിസീവ് ചെയ്യാനും കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കും. ഹേ ഗൂഗിൾ, വാട്ട്സ് ദ വെദർ റൈറ്റ് നൗ? ഹേ ഗൂഗിൾ എന്ന് വിളിച്ചുകൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഈ ഒരു വാച്ചിൽ സാധിക്കും. വാച്ചിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡുണ്ട്. അതുപോലെ തന്നെ വാച്ചിൽ കാണപ്പെടുന്ന ഇത്തരം വിഡ്ജറ്റുകൾ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കണ്ടില്ലേ, ഇത്തരത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് താഴേക്ക് കാണിക്കുന്നതാണ്. അതായത് ഇതിനകത്തുള്ള ഓരോ ടൈലുകളും ക്ലിക്കബിൾ ആണ് എന്ന് ചുരുക്കം. മാത്രമല്ല വാട്സപ്പിലേക്ക് വരുന്ന മലയാളം മെസ്സേജുകൾ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാണാനും വായിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് റിപ്ലൈകൾ നൽകാൻ സാധിക്കും. ഇവിടെ ആയിട്ട് ഇത്തരത്തിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇമോജികൾ വഴി നമുക്ക് റിപ്ലൈ നൽകാം, അതല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് റിപ്ലൈ കൊടുക്കാം, അതുമല്ലെങ്കിൽ ഇവിടെ കീബോർഡ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടും
റിപ്ലൈ നൽകാൻ സാധിക്കും. ഈ ഒരു വാച്ചിനകത്ത് നമ്മളുടെ ഹെൽത്ത് ഡേറ്റ എല്ലാം സിങ്ക് ചെയ്യുന്നത് ഗൂഗിൾ അടുത്തിടെ സ്വന്തമാക്കി ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊരു നല്ലൊരു ഫീച്ചർ ഇതിനകത്ത് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡിനെസ് സ്കോർ ഉണ്ട്. അതായത് ഓരോ ദിവസവും നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ അങ്ങനെ ഈ ഒരു വാച്ച് നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ റെസ്റ്റിംഗ് സമയത്ത് ഹാർട്ട് റേറ്റ്, അല്ലാതെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ്, അതുപോലെ നമ്മുടെ സ്ലീപ്പിൻ്റെ ഒരു അനാലിസിസ് എല്ലാം നടത്തിക്കൊണ്ട് അടുത്ത ദിവസം ഉറക്കമെല്ലാം കഴിഞ്ഞ് ഉണരുന്ന ആ ദിവസം നമ്മൾ എത്രത്തോളം റെഡിനെസ് നമുക്കുണ്ട്, എത്രത്തോളം നമ്മൾ റെഡിയാണ് വർക്ക് ചെയ്യാൻ, എത്രത്തോളം ആക്റ്റീവാണ് നമ്മൾ എന്നുള്ളതിൻ്റെ ഒരു സ്കോർ ഈ ഒരു വാച്ചിൽ നമുക്ക് കാണിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരം കഴിഞ്ഞ ദിവസം കൃത്യമായി റെസ്റ്റ് എടുക്കുമ്പോഴാണ് അടുത്ത ദിവസം നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് ആ ഒരു തരത്തിലാണ് ഈ ഒരു വാച്ച് അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്കോർ 0 to 100 എന്ന നിലയിൽ ഒരു സ്കോർ ഇതിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിനകത്ത് ടെമ്പറേച്ചർ സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ഡേറ്റ എല്ലാം ഒരുവിധം ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ ഒരു വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്ക് കാണാം. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതെല്ലാം കാണാം. വലത്തുനിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്പ്, ഹാർട്ട് റേറ്റ്, സ്പോർട്സ് മോഡ്, സ്ലീപ്പ് ഡേറ്റ, കലണ്ടർ, ഓക്കെ ഗൂഗിൾ വിഡ്ജറ്റ് തുടങ്ങിയവ കാണാം. അതുപോലെ ഇടത് നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൻ്റെ വിഡ്ജറ്റുമാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ ഗൂഗിളിൻ്റെ ഫിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ നമ്മളുടെ പിക്സൽ വാച്ചുകളൊക്കെ നമ്മളുടെ ആ ഡേറ്റ സിങ്ക് ആവുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ ആപ്പ് എന്ന് നമുക്ക് വിളിക്കാവുന്നത്. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡേറ്റ അനലൈസിങ് ഒക്കെ നടത്തുന്നത്. പക്ഷേ ഈ ഒരു ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ 6 മാസത്തേക്ക് നമുക്ക് പിക്സൽ വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ 6 മാസം കഴിഞ്ഞ് അതിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. എന്നാൽ 6 മാസം കഴിഞ്ഞ് ഗൂഗിൾ പിക്സൽ വാച്ച് വാങ്ങുന്ന ആൾ ആ ഒരു ഫിറ്റ്ബിറ്റിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഡേറ്റകളെല്ലാം തന്നെ നമുക്ക് ഫിറ്റ്ബിറ്റിലൂടെ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറഞ്ഞാൽ 2 ദിവസത്തെ ബാറ്ററി ലൈഫ് എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വാച്ച് ഞാൻ ഒരു ഡേ ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ 50% ബാറ്ററി ബാലൻസ് ഉണ്ട്. ഞാനിത് ചാർജ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുളിക്കാനായിട്ട് ഒക്കെ വാഷ്റൂമിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മണിക്കൂർ സമയം കൊണ്ട് തന്നെ ബാറ്ററി ഫുൾ ചാർജ് ആകും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ആ സമയത്ത് ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് കിടക്കാനും നമ്മുടെ സ്ലീപ്പ് ഡേറ്റ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും സാധിക്കും, രാത്രി ചാർജിന് ഇടാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കണക്ക്. ഓരോ ദിവസവും ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാർജ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു 50% ചാർജ് ഇതിനകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ട്. അതായത് 2 days എന്തായാലും എനിക്ക് ഇതിനകത്ത് ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇട്ടിരുന്നു. അതുപോലെ ബ്രൈറ്റ്നസ് മാക്സിമത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഒരു യൂസേജാണ് എനിക്ക് ഈ ഒരു വാച്ചിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിംഗ് ആണ്. നമുക്കറിയാം ഗൂഗിളിൻ്റെ ഫോൺ ആയാലും ഗൂഗിളിൻ്റെ ഏത് പ്രോഡക്റ്റ് ആയാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ നല്ല വിലയാണ്. ഇതും അതുപോലെ കാര്യമായിട്ടുള്ളൊരു പ്രൈസ് ഉണ്ട് ഈ ഒരു വാച്ചിനും. ഞാൻ ഈ ഒരു വാച്ച് അതായത് 45mm ഗൂഗിളിൻ്റെ പിക്സൽ വാച്ച് 3 വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 42,990 രൂപയ്ക്കാണ് ഈ ഒരു വാച്ച് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഐഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ ആപ്പിൾ വാച്ച്, അതുപോലെ സാംസങ് ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ഉപയോഗിക്കാനായിട്ട് സാംസങ് വാച്ച്, OnePlus ഫോൺ ഉപയോഗിക്കുമ്പോൾ OnePlus വാച്ചും കയ്യിലുണ്ട്. എന്നാൽ പിക്സൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാൻ അതിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ പിക്സൽ വാച്ച് ഇതുവരെ കയ്യിലുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാനൊരു ടെക് റിവ്യൂവർ ആയതുകൊണ്ട് തന്നെ പിക്സൽ വാച്ച് എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ ഒരു വലിയ ആഗ്രഹം കൂടായിരുന്നു. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും സഫലീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അത്തരത്തിലാണ് ഞാൻ ഈ ഒരു പിക്സൽ വാച്ച് 3 വാങ്ങിയത്. ഞാൻ എന്തായാലും ടോട്ടലി ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പോയിൻ്റ് ഈ പറഞ്ഞ പോലെ ഒരു അല്പം കൂടുതലാണ്.